മഞ്ചേശ്വരത്തെ പട്ടാപ്പകൽ സ്കൂട്ടറിലെത്തി യുവതിയുടെ കഴുത്തിൽ നിന്ന് 2.25 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ട കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഇയാളുടെ കൂട്ടാളിയെ പിടികൂടാനുള്ള അന്വേഷണവും മഞ്ചേശ്വരം പോലീസ് ഊർജിതമാക്കി. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. കുമ്പള ബംബ്രാണി സ്വദേശിയായ എ സന്ദീപ് എന്ന 31-കാരനാണ് ഇപ്പോൾ മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ട ഇയാളുടെ കൂട്ടാളിക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. പൈവിളികെ ബായിക്കെട്ട് സ്വദേശിനിയായ കെ നയന എന്ന 30-കാരിയാണ് ഇവരുടെ കവർച്ചയ്ക്കിരയായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:10 സംഭവം. ഹൊസങ്കടിയിലെ SBI ബാങ്കിന് സമീപത്തെ സർവീസ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു നയന. ഈ സമയം ഹെൽമറ്റും പ്ലാസ്റ്റിക് റെയിൻകോട്ടും ധരിച്ച് സ്കൂട്ടറിലെത്തിയ 2-അംഗ സംഘം യുവതിയുടെ സമീപത്ത് വാഹനം നിർത്തി കഴുത്തിലുണ്ടായിരുന്ന 2.25 പവന്റെ സ്വർണ്ണമാല ബലമായി പൊട്ടിച്ചെടുത്ത് അതിവേഗം കടന്നുകളയുകയായിരുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ആദ്യം പരിഭ്രാന്തയായ നയന അധികം വൈകാതെ തന്നെ സമീപവാസികളുടെയും പോലീസിൻ്റെയും സഹായം തേടുകയും ചെയ്തു. മാല പൊട്ടിച്ചവരിൽ ഒരാൾ പിങ്ക് നിറത്തിലുള്ള പ്ലാസ്റ്റിക് റെയിൻകോട്ടും ഹെൽമറ്റും ധരിച്ചിരുന്നുവെന്നും മറ്റൊരാൾ മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് റെയിൻകോട്ടും ഹെൽമറ്റും ധരിച്ചിരുന്നുവെന്നും യുവതി വ്യക്തമാക്കിയിരുന്നു. പ്രതികൾ തട്ടിപ്പറിച്ചെടുത്ത മാലയ്ക്ക് 2,30,000 രൂപ വില വരുമെന്നും ഇത് എത്രയും വേഗത്തിൽ കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണെന്നും മാത്രമല്ല പിടിയിലായ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന 2ാമത്തെ പ്രതിയെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി വരികയാണ്. തിരക്കേറിയ പ്രദേശത്തിന് സമീപം പകൽ സമയത്ത് നടന്ന ഈ കവർച്ച പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനായെങ്കിലും കൂട്ടുപ്രതിയെ പിടികൂടി കേസിന്റെ പിന്നാമ്പുറങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. മഞ്ചേശ്വരം SI രതീഷ്, ASIമാരായ സദൻ, അജിത്, CPO നിധിൻ, SPയുടെ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.